ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് ഫുൾ മൂൺ റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പൈൽ സെലക്ഷൻ നടത്താം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. ഓക്കെ, ആ ഒരു പോസിറ്റീവ് എനർജി എക്സ്ചേഞ്ച് എൻ്റെ ലൈഫിലും ഒത്തിരി മാറ്റങ്ങൾ, പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് നിങ്ങളും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഓപ്ഷൻസ് എന്താണെന്ന്. ഇപ്രാവശ്യം ഞാൻ 2 ഓപ്ഷൻസ് വെക്കാം എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം. താങ്ക് യു. ഓക്കെ, ഇവിടെ വന്നിട്ട് മാപ്പാണ് വന്നേക്കുന്നത്. വിച്ച് കോഴ്സ് ടേക്സ് മീ ഹോം. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് വാട്ട് ഡസ് സ്റ്റാൻഡിങ് സ്റ്റിൽ റിവീൽ. റിഫ്ലക്റ്റ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് നിങ്ങളുടെ ഓപ്ഷൻസ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു പൈൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ റീഡിംഗ് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഫുൾ മൂൺ മെസ്സേജസ് എന്തൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്ന വേർഡ് വന്നിട്ട് മാപ്പാണ്. ഈ പ്ലാന്റ് വന്നിട്ട് കോമ്പസ് പ്ലാന്റ് ആണ്. നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ വന്നിട്ട് വിച്ച് കോഴ്സ് ടേക്ക് മീ ഹോം. ഓക്കെ, അതായത് ഏത് പാത ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഏത് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിലോട്ട് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഈ വീടെന്ന് ഉദ്ദേശിക്കുന്നത് പലർക്കും പല പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് പല രീതിയിലായിരിക്കാം ഈ ഒരു ഹോമായിട്ട് കണക്ട് ചെയ്യുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ തന്നെ ഹോം ഫാമിലി ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ ഹാർമണി ആയിരിക്കാം. അതിലോട്ട് എത്താൻ വേണ്ടിയിട്ട് എന്ത് ആക്ഷൻസ് ആണ് എടുക്കേണ്ടത്, ഏത് റൂട്ടാണ് ചൂസ് ചെയ്യേണ്ടത്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളുടെ ഡെസ്റ്റിനി ആയിരിക്കാം, നിങ്ങളുടെ സോൾ പർപ്പസ് ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ മണി, ഫിനാൻസ്, ഒത്തിരി പ്രോസ്പെറിറ്റി കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടിയിട്ട് ഏത് റൂട്ട്, ഓക്കെ, ഏത് പാത്ത് ചൂസ് ചെയ്യണം, ഏത് മെൻറ്റാലിറ്റിയിലിരിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യണം. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് ഈ ഒരു ഹോം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ അറ്റ് പ്രസൻറ്റ് വന്നിട്ട് നമ്മൾ ഔട്ടർ വേൾഡിൽ, ഓക്കെ, നമുക്ക് ചുറ്റുമുള്ള എനർജി ആയിട്ട് നമ്മളെപ്പോഴും കണക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്പേസിലാണ് നമ്മളിരിക്കുന്നത്. അതായത് മറ്റുള്ളവരെന്താണ് ചെയ്യുന്നത്, മറ്റുള്ളവരെന്നെക്കുറിച്ചിട്ട് എന്താണ് ചിന്തിക്കുന്നത്, മറ്റുള്ളവരുടെ ലൈഫിൽ എന്തൊക്കെ നേടാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്, ഓക്കെ, അത് വെച്ചിട്ട് നമ്മളെ കമ്പയർ ചെയ്യുക. അതിൽ നിന്നെല്ലാം മാറിയിട്ട് നമ്മളിലോട്ട് തിരിയുന്ന എനർജി, എനിക്കെന്താണ് വേണ്ടത് എൻ്റെ ലൈഫിൽ, എനിക്കെവിടെയാണ് സമാധാനം, സന്തോഷം കണ്ടെത്താനായിട്ട്, എന്ത് എലമെൻ്റായിട്ട് കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഞാൻ ആരാണ്, ഓക്കെ, എൻ്റെ സ്പിരിച്വൽ ആ ഒരു എസെൻസ് എന്താണ്, ആ ഒരു എലമെൻ്റായിട്ട് കണക്ട് ചെയ്യുന്നതും ഈ ഒരു ഹോമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട് നോക്കുക, നിങ്ങൾ ഏത് ഏരിയയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വീട്ടിലോട്ട് തിരിച്ചെത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം, ഏത് ആക്ഷൻ എടുക്കണം, ഏത് റൂട്ട് തിരഞ്ഞെടുക്കണം, ആ ഒരു പ്രോസസ്സിലാണ് നിങ്ങൾ അറ്റ് പ്രസൻറ്റ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫുൾ മൂൺ വന്നിട്ട് ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി, ഷാഡോയിലിരുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് മനസ്സിലാകാതിരുന്ന കാര്യങ്ങൾ, അവിടെ വ്യക്തത കൊണ്ടുവരിക, ഇലുമിനേഷൻ കൊണ്ടുവരിക. ഓക്കെ, കുറച്ചുകൂടെ കാര്യങ്ങൾക്ക് ഹിഡൻ ആയിട്ടിരുന്ന കാര്യങ്ങൾ വ്യക്തമാക്കുക. ആ ഒരു എനർജിയിൽ കൂടെയാണ് അറ്റ് പ്രസൻറ്റ് നിങ്ങൾ കടന്നു പോകുന്നത്. ഓക്കെ, കോമ്പസും മാപ്പും നമുക്കറിയാം. നമ്മൾ വഴിതെറ്റിപ്പോണ സമയത്ത്, നമുക്കൊരു ഡയറക്ഷൻ നഷ്ടപ്പെടുന്ന സമയത്ത്, ഓക്കെ, എപ്പോഴും നമുക്കൊരു എന്താ പറയുക, ഒരു വഴികാട്ടിയായിട്ട് നിൽക്കുന്നത്, നമുക്കൊരു റെഫറൻസ് പോയിൻ്റ് ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കെ, ആ ഒരു എനർജി കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പല സൈൻസ് ആൻഡ് സിമ്പിൾസ്, പല മെസ്സേജസ്, പല ഗൈഡൻസ് നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് റിസീവ് ആകുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഇവിടെ സണ്ണിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്, സൂര്യൻ്റെ എനർജി. ഓക്കെ, ഇലുമിനേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വത്തിൽ, നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, നിങ്ങളെന്താണോ അതിൽ കുറച്ചും കൂടെ പോസിറ്റിവിറ്റി കൊണ്ടുവരിക. ഓക്കെ, അതെല്ലാമാണ് ഈ ഒരു എനർജി കൊണ്ടുവരുന്നത്. മാപ്പ്, അപ്പോൾ നിങ്ങളെ
ഇവിടെ ഗൈഡ് ചെയ്യുന്ന എനർജി, ഗൈഡൻസ് ആയിട്ടാണ് ഈ ഒരു ഫുൾ മൂൺ പ്രവർത്തിക്കുന്നത്. ഇവിടെ വന്നിട്ട് നിങ്ങൾ നെക്സ്റ്റ് എന്തൊക്കെ ആക്ഷൻസ് എടുക്കണം എന്ന് നോക്കുക ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ വന്നിട്ട്. ഓക്കെ, ഇത് ന്യൂ മൂൺ ഇൻ വെർഗോ, ട്രസ്റ്റ് ഓൾ വിൽ ബി വെൽ. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ന്യൂ മൂൺ ഇൻ അക്വേറിയസ്, ഓപ്പൺ അപ്പ് ടു ചേഞ്ച്. രണ്ടും ന്യൂ മൂണിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. ഇവിടെ നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വരും. ഓക്കെ, ആ ഒരു സ്പേസിലിരിക്കാനായിട്ട്, കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ള എനർജിയിലിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഒത്തിരി ടെൻഷൻസ്, ഒത്തിരി കോമ്പറ്റേറ്റീവ് മൈൻഡ് സെറ്റ്, ഓക്കെ, ആ ഒരു എനർജിയിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ള എനർജിയിൽ വരാനായിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇവിടെ ചേഞ്ചസിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ലൈഫിൽ വരുന്ന ചേഞ്ചസിന് വേണ്ടിയിട്ട്, മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടെ തുറന്ന മനസ്ഥിതിയോടുകൂടി നിങ്ങളതിനെ സമീപിക്കാനായിട്ട് ശ്രമിക്കുക. മാറ്റങ്ങൾ വരുന്ന സമയത്ത്, നല്ല ചേഞ്ചസ് വരുന്ന സമയത്ത് നിങ്ങളതിനെ ഓവറായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യാതിരിക്കുക, അതിനോട് നോ പറയാതിരിക്കുക. ഓക്കെ, ചേഞ്ചസ് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. നമ്മളെ ചേഞ്ച് ചെയ്യുക, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, നമ്മുടെ കോർ വാല്യൂസ്, നമ്മുടെ പണ്ട് പഠിച്ചിരുന്ന ബിലീഫ് സിസ്റ്റം, അതെല്ലാം ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ട് നിറഞ്ഞ ആ ഒരു സിറ്റുവേഷനാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് റിയാലിറ്റി ചെക്ക് കൊണ്ടുവരിക, ഈഗോ ചെക്ക് കൊണ്ടുവരിക. അതായത് ട്രൂത്ത് എന്താണ്, സത്യം എന്താണ്, എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ലെറ്റ് ഗോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ ഇന്നർ കോമ്പസ്, എൻ്റെ ഡിവൈൻ എസെൻസ്, എൻ്റെ ഉള്ളിലുള്ള ആ ഒരു എനർജി എന്നെ എങ്ങനെയാണ് ഗൈഡ് ചെയ്യുന്നത്, ആ ഒരു എനർജി എല്ലാം ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടാണ് ഇവിടെ നിങ്ങളോട് ഈ ഒരു സമയത്ത് പറയുന്നത്. അപ്പോൾ ചേഞ്ചസിന് വേണ്ടിയിട്ട് ഓപ്പൺ ആയിട്ടിരിക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ പുതിയ ടെക്നോളജീസ് പഠിക്കുക, പുതിയ പുതിയ ഐഡിയാസിനെ കുറിച്ചിട്ട് ചിന്തിക്കുക. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, കാരണം മാറ്റങ്ങൾ എപ്പോഴും നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വരേണ്ടത്. എൻ്റെ ഡ്യൂട്ടി വന്നിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യുക, ആ ഒരു എനർജി മാത്രമാണ്. ഓക്കെ, ചേഞ്ചസ് കൊണ്ടുവരേണ്ടത്, നിങ്ങളെ എങ്ങനെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ മോൾഡ് ചെയ്യേണ്ടത്, ഡിസിഷൻസ് എടുക്കേണ്ടത്, അതെല്ലാം നിങ്ങളുടെ കയ്യിലാണുള്ളത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. ഇവിടെ വന്നിട്ട് 8 of Cups, ലവേഴ്സ്. കുറച്ച് പേർക്ക് ഇത് ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, ആ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ഗ്രേറ്റ്ഫുൾ എനർജിയിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക, പോസിറ്റീവ് സൈഡ് മനസ്സിലാക്കുക. ഇൻ കേസ് നിങ്ങൾ ആ റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളൊരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് ഉള്ളതെങ്കിൽ. ഓക്കെ, അപ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജിയിൽ നിങ്ങളിരിക്കുന്ന സമയത്ത്, നിങ്ങളുടെ മനസ്സിൽ ആ ഒരു എനർജി വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ചേഞ്ചസ് വരുന്ന സമയത്ത്, വേണ്ടാത്ത കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് പോണ സമയത്ത് നിങ്ങൾ അതിനെ എന്താ പറയുക, പോസിറ്റീവ് രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, അതും നിങ്ങളെ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓൾഡ് പാറ്റേൺസ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ എന്തെങ്കിലുമൊക്കെ സ്വഭാവങ്ങളായിക്കോട്ടെ, ഫിസിക്കലി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്ത് പോകുന്ന കാര്യങ്ങളായിരിക്കാം, ഫ്രണ്ട്സ്, നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള എന്താ പറയുക, ചിലപ്പോൾ റിലേഷൻഷിപ്സ് ആയിരിക്കാം. അത് നിങ്ങളുടെ ഹയസ്റ്റ് ഗുഡിൽ, നിങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലൈഫിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്ത് പോകുന്നുണ്ടാകാം. അപ്പോൾ അതിന് നിങ്ങൾ ഓവറായിട്ട് അതിനെക്കുറിച്ച് ഓർത്ത് വറി ചെയ്യാതിരിക്കുക, ടെൻഷൻ കൊണ്ടുവരാതിരിക്കുക, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ പോകാതിരിക്കുക. ഉറക്കമില്ലാത്ത രാത്രികളിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതെല്ലാം ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇമോഷണൽ എനർജി, ഒത്തിരി ഇമോഷണൽ എനർജിയിലിരിക്കുന്നുണ്ടാകാം. ആ ഇമോഷൻസ് ബാലൻസ് ചെയ്യാനായിട്ടും കുറച്ച് പേരോട് ഇവിടെ പറയുന്നുണ്ട്. ആ ഫീലിങ്സ് അതായിട്ട് കണക്ട് ചെയ്യുക. അതിനെ ഒത്തിരി എന്താ പറയുക, ആ ഒരു വിഷമം വരണ സമയത്ത് നമ്മളതിനെ എത്രത്തോളം നമ്മളത് അടിച്ചമർത്തുന്നു അത്രയും സ്ട്രോങ് ആയിട്ട് അത് പിന്നെയും പിന്നെയും പൊങ്ങി വരുന്നതാണ്. അപ്പോൾ കറക്റ്റ് സമയത്ത് അത് നിങ്ങളിൽ നിന്നിട്ടത് നിങ്ങളത് മനസ്സിലാക്കി അത് ലെറ്റ് ഗോ ചെയ്യാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, ആ ഒരു ഗൈഡൻസ് ആണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ വന്നിട്ട്
മാനിഫെസ്റ്റേഷൻ്റെ ടൈം കൂടെയാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് വരുന്ന ടൈം കൂടെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ എന്തെല്ലാം മാനിഫെസ്റ്റേഷൻസ് ആണ് കടന്നു വരുന്നത് നോക്കാം. പയൽ നമ്പർ 1ൻ്റെ ലൈഫിൽ എന്തെല്ലാം മാനിഫെസ്റ്റേഷൻസ് ആണ് കടന്നു വരുന്നത് ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ. കുറച്ച് പേർക്ക് ഈ ഒരു 1 വീക്കിൻ്റെ ടൈമിലായിരിക്കാം കേട്ടോ. താങ്ക് യു. എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണ് പയൽ നമ്പർ 1ൻ്റെ ലൈഫിൽ മാനിഫെസ്റ്റേഷൻസ്. താങ്ക് യു. ഓക്കെ, വൈസ് കൗൺസിലർ. ഓക്കെ, യൂണിറ്റി വിത്ത് എ സ്പിരിച്വലി മൈൻഡഡ് കമ്മ്യൂണിറ്റി. ഇവിടെ വന്നിട്ട് വൈസ് കൗൺസിലർ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ടുള്ളൊരു കൗൺസിലറായിട്ട്, കറക്റ്റായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ബ്ലെസ്സിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ വ്യക്തിയിൽ നിന്നിട്ട് വൈസ് ആയിട്ടുള്ള ഒത്തിരി വിസ്ഡം നിറഞ്ഞ വ്യക്തിയായിരിക്കാം. ആ ഒരു വ്യക്തിയിൽ നിന്നിട്ടുള്ള ഗൈഡൻസ് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുമാകാം, പ്രോസ്പെറിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുമാകാം. കറക്റ്റായിട്ടുള്ള ഒരു മെൻറ്ററിനെ മീറ്റ് ചെയ്യുക, കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് കിട്ടുക, കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക, പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യുക. ആ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ മനസ്സിൽ സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഓൾഡ് ബിലീഫ് സിസ്റ്റം, ഓക്കെ, അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ട്രഡീഷണൽ മെത്തേഡും ന്യൂ ഐഡിയാസും നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് ഒരു കൺക്ലൂഷനിലെത്തുക. ഓക്കെ, ഏതാണ് നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് നിങ്ങളുടെ ലൈഫ് ബെസ്റ്റ് റൂട്ടിൽ മൂവ് ചെയ്യാനായിട്ട് ഏത് കാര്യമാണ് നിങ്ങൾക്ക് ഏറ്റവും സഹായിക്കുന്നത്, ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആൻസേഴ്സ് ലഭിക്കുന്നതാണ്. ഓക്കെ, 3 of Swordsൻ്റെ എനർജി, 3 of Wandsൻ്റെ എനർജി. നിങ്ങളുടെ പാസ്റ്റിലെടുത്ത ചോയ്സസ്, നിങ്ങൾ കറക്റ്റായിട്ട് ഒരു അവസരം വന്ന സമയത്ത്, ഓപ്പർച്യൂണിറ്റി വന്ന സമയത്ത് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്, ആക്ഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ചോയ്സസിൻ്റെ ആ പാസ്റ്റ് ചോയ്സസിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റീവ് റിസൾട്ട്സ് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേര് ലോങ് ടേം പ്ലാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതിൻ്റെ റിസൾട്ടായിരിക്കാം. കുറച്ച് പേര് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള സൈക്കിളിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ടും കുറച്ച് പേർക്ക് ഈ ഒരു ടൈമിൽ സാധിക്കുന്നതാണ്. ഓക്കെ, കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ട്രാവൽ ബ്ലെസ്സിങ് ആയിരിക്കാം. കുറച്ച് പേർക്ക് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു സമയത്ത് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ലോങ് ടേമിലോട്ട്, കുറേ നാളത്തോട്ടുള്ള എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ബ്ലെസ്സിങ്സ് കൊണ്ടുവരുന്നതാണ്. വാവ്, മജീഷ്യൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഓക്കെ, മജീഷ്യൻ വന്നിട്ട് മാനിഫെസ്റ്റേഷൻ്റെ കാർഡ് തന്നെയാണ്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മാജിക്കൽ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നടക്കുന്നുണ്ടാകാം. ഓക്കെ, വാവ്, 9 of Pentaclesൻ്റെ എനർജി. മണി, ഫിനാൻസ്, പ്രോസ്പെറിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒത്തിരി ബ്ലെസ്സിങ് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, മണി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ലക്ഷറി ഐറ്റംസ് മേടിക്കുക, വീട് മേടിക്കുക. കുറച്ച് പേർക്ക് അഗ്രികൾച്ചർ ലാൻഡ് ആയിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ ആ ഒരു ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറച്ച് പേർക്ക് എവിടെയെങ്കിലുമൊക്കെ ഒറ്റയ്ക്ക് സോളോ ട്രിപ്പ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് പേർക്ക് നിങ്ങളുടെ എഗെയിൻ ആ ഒരു നിങ്ങൾ ചെയ്ത എഫേർട്ടിന് ഇവിടെ നമുക്ക് ഗ്രേപ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അത് ഫസ്റ്റ് സീഡിൽ നിന്ന് മുളച്ച് പ്ലാന്റായി അതൊരു ഫ്രൂട്ടായിട്ട് വരുന്ന ഒരു സ്റ്റേറ്റാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ബ്ലെസ്സിങ് എനിക്ക് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലേബേഴ്സിന്, നിങ്ങളുടെ ഹാർഡ് വർക്കിന് ഇവിടെ ഒരു ബ്ലെസ്സിങ് ഈ ഒരു സമയത്ത് റിസീവ് ആകുന്നതാണ്. കുറച്ച് പേർക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്ത്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലുമൊക്കെ ലക്ഷറി, ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ടും ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്.
കുറച്ച് പേർക്ക് നിങ്ങളുടെ വീട്, ഹോമിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കുറച്ചും കൂടെ പ്രൊട്ടക്ഷൻ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പുതിയ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും ഈ ഒരു സമയത്ത് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ്, നിങ്ങളുടേതായ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഫുൾ മൂൺ മെസ്സേജസ് എന്തൊക്കെയാണെന്ന്. നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് റിഫ്ലക്റ്റ് ആണ്. ഇവിടെ വന്നിട്ടുള്ള ബേർഡ് വന്നിട്ട് ഗ്രേറ്റ് ബ്ലൂ ഹെറോൺ. ഓക്കെ, നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ വന്നിട്ട് വാട്ട് ഡസ് സ്റ്റാൻഡിങ് സ്റ്റിൽ റിവീൽ. ഓക്കെ, റിവീൽ വന്നിട്ട് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. റിവീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പുറത്തോട്ട് കൊണ്ടുവരിക, ഓക്കെ, തെളിഞ്ഞു വരിക. ഓക്കെ, ആ ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു ഫുൾ മൂണിൻ്റെ എനർജി വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ മറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഇലുമിനേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പല സത്യങ്ങളും ഹിഡൻ ആയിട്ടുള്ള ഷാഡോ സെൽഫിനെ കുറിച്ചിട്ടായിരിക്കാം, നിങ്ങളുടെ തന്നെ ഉള്ളിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കാം. അതെല്ലാം സർഫസ് ലെവലിലോട്ട് വരിക, നിങ്ങളെ മനസ്സിലാക്കി തരിക. ആ ഒരു എനർജി കുറച്ച് പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. റിഫ്ലക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ തെളിഞ്ഞു നിൽക്കുന്ന വാട്ടർ, കാമായിട്ടിരിക്കുന്ന വെള്ളത്തിൽ നമ്മൾ നമ്മുടെ ഫേസ് നോക്കുന്ന സമയത്ത് നമ്മളെ തന്നെ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ആ ഒരു റിഫ്ലക്ഷൻ പ്രോസസ്സാണ് ഇവിടെ പറയുന്നത്. അതായത് പാസ്റ്റിൽ നമ്മൾ പല എഫേർട്സും എടുത്തിട്ടുണ്ട്, പല കാര്യങ്ങളും എനിക്കിതുപോലെ വേണം, എനിക്കിതുപോലെ ചെയ്യണം, ഈ റിസൾട്ട് വേണം, എനിക്ക് ഈ ഒരു പാർട്ട്ണറെ വേണം. ഓക്കെ, അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം. പക്ഷേ പല കാര്യങ്ങളും സംഭവിക്കാതിരുന്നിട്ടുണ്ടാകാം. അത് നമ്മളുടെ ഉള്ളിൽ ഒത്തിരി നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ്, ഡിപ്രഷൻ്റെ എനർജി ഒക്കെ ഒത്തിരി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ ഈ ഒരു സമയത്ത് വന്നിട്ട് അതെല്ലാം ഡ്രോപ്പ് ചെയ്തിട്ട് ആ ഒരു സ്റ്റിൽനെസ്സിൻ്റെ എനർജി, നിങ്ങൾ കുറച്ചും കൂടെ ശാന്തമായിട്ടിരിക്കുന്ന സമയത്ത്, ഓക്കെ, നിങ്ങൾ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഏതാണ് എൻ്റെ ബെസ്റ്റായിട്ടുള്ള ചോയ്സ്, അത് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ റിഫ്ലക്ഷൻ പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ലൈഫിൽ എന്ത് നടക്കുന്ന സമയത്തും റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടിട്ടാണ് അങ്ങനെ സംഭവിച്ചത്, എനിക്ക് എന്തൊക്കെ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും, എന്നെ എവിടെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്, നെക്സ്റ്റ് ടൈം ഞാൻ എന്താണ് ചെയ്യേണ്ടത്. ആ ഒരു റിഫ്ലക്ഷൻ പ്രോസസ്സ് നമ്മളെ എപ്പോഴും എന്താ പറയുക, നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്, നമ്മളുടെ സോൾ ഗ്രോത്തിനെ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഈ ഒരു റിഫ്ലക്ഷൻ പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിലെ ഈഗോ, നമ്മളുടെ ഉള്ളിലെ പ്രൈഡ് ഒക്കെ പൊങ്ങി വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈഗോ നമ്മളെ കൊണ്ടിട്ട് പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം കുറച്ച് ശ്രദ്ധിക്കുക. അതെല്ലാം മാറ്റിയിട്ട് സത്യസന്ധമായിട്ട് സത്യം എന്താണോ, റിയാലിറ്റി എന്താണോ, ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു ഫുൾ മൂൺ ടൈം നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ കുറച്ച് കാർഡ്സ് എടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. നെക്സ്റ്റ് നിങ്ങൾ ഈ ഒരു സമയത്ത് എന്തെല്ലാം ആക്ഷൻസ് എടുക്കണം എന്ന് നോക്കാം. ഫസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ പൈസീസ്, ഹോണർ യുവർ ഫീലിങ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ ഒരു റിഫ്ലക്ഷൻ പ്രോസസ്സ് വന്നിട്ട് ഒത്തിരി ഇമോഷനിൽ കൂടെ, ഒത്തിരി ഫീലിങ്സിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നതാണ്. അപ്പോൾ ആ സമയത്തെല്ലാം ആ ഇമോഷൻസ്, ആ ഫീലിങ്സ് നിങ്ങൾ അംഗീകരിക്കാനായിട്ട്, ഹോണർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഒത്തിരി മൈൻഡ് പവർ ആവശ്യമുള്ള ഒരു കാര്യമാണിത്. ഫസ്റ്റ് നമ്മൾ ചെയ്യണ സമയത്ത് നമുക്കത് സാധ്യമാകത്തില്ല, നമ്മളത് വേണ്ടെന്ന് വെച്ചിട്ട് പോകും. പക്ഷെ കുറേശ്ശെ ആയിട്ട് നിങ്ങളത് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ന്യൂ മൂൺ ഇൻ ക്യാൻസർ, കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ള എനർജിയിൽ ഇരിക്കാനായിട്ടും ഇവിടെ പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ഫാമിലി, ഓക്കെ, എഗെയിൻ ആ ഒരു ഇമോഷണൽ എനർജി, ഓക്കെ, അതെല്ലാമാണ് കാണുന്നത്. അപ്പോൾ അതെല്ലാം കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് വെക്കാനായിട്ട്, കുറച്ചും കൂടെ കാം ആയിട്ട് വെക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കുക.
ഇമോഷൻസ്, പാസ്റ്റിലെ കാര്യങ്ങൾ പൊങ്ങി വരുന്ന സമയത്ത് അതിനെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുക, അതിന് എന്താ പറയുക, അത് നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും നമ്മൾ അതിനെ സപ്രസ് ചെയ്യരുത്, അടിച്ചമർത്തരുത്. കാരണം അത് പിന്നീട് ഒത്തിരി ശക്തിയോടുകൂടി നിങ്ങളുടെ ഉള്ളിൽ വരുന്നതാണ്. അപ്പോൾ സമയാസമയം ക്ലെൻസിങ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ദ ടവർ അഗെയിൻ ഒത്തിരി സഡൻ ആയിട്ടുള്ള ചേഞ്ചസ്, സഡൻ ആയിട്ടുള്ള റിവീലേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് വന്നിട്ട്. പേജ് ഓഫ് കപ്സ്, ഞാൻ പറഞ്ഞപ്പോൾ തന്നെ മെസ്സേജ് വന്നു എൻ്റെ ഫോണിൽ. ചിലപ്പോൾ ഈ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു മെസ്സേജ്, ഓക്കെ, അല്ലെങ്കിൽ ഇത് ഇമോഷൻസ് ആയിരിക്കാം. ഓക്കെ, ആ ഒരു ഇമോഷൻസ് വരണ സമയത്ത് ചിലപ്പോൾ ടവർ മൂവ്മെൻറ്റ്സിൽ കൂടെ നിങ്ങളുടെ ലൈഫ് കടന്നു പോയിട്ടുണ്ടാകാം. ആ ഒരു ലെസൺസ്, ആ ഒരു പാഠങ്ങൾ, ഓക്കെ, അതിൽ നിങ്ങൾ സ്റ്റക്കായി പോകാതിരിക്കുക. അവിടെ നിന്ന് വിസ്ഡം ഉൾക്കൊണ്ടിട്ട്, അത് എന്താണോ പഠിപ്പിച്ചത് അതിൽ നിന്ന് വിസ്ഡം മാത്രം ഉൾക്കൊണ്ടിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് പ്രിപ്പറേഷൻ സ്റ്റേജും ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മെൻ്റലി, ഇമോഷണലി പ്രിപ്പയർ ആകാനായിട്ടും ശ്രദ്ധിക്കുക. അതായത് ഞാൻ റിഫ്ലക്ഷനിലിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മെഡിറ്റേഷനിലിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പാസ്റ്റ് എനർജീസ് വരുന്നതാണ്. എന്തെങ്കിലുമൊക്കെ ടവർ മൂവ്മെൻറ്റ്സിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കടന്നു വരുന്നതാണ്. അപ്പോൾ അതെല്ലാം കുറച്ചും കൂടെ ക്ഷമയോടുകൂടി, കുറച്ചും കൂടെ സ്നേഹത്തോടു കൂടി അതിൻ്റെ വിസ്ഡം, അതിൻ്റെ അറിവ് നിങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ ഒരു ആക്ഷൻ എടുക്കാനായിട്ടാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. നെക്സ്റ്റ്, നിങ്ങളുടെ ലൈഫിലോട്ട് ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ എന്തെല്ലാം മാനിഫെസ്റ്റേഷൻസ്, എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണ് വരുന്നത് നോക്കാം. കുറച്ച് പേർക്ക് ഈ ഒരു ടവർ മൂവ്മെൻറ്റ് വന്നിട്ട് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ നോർത്ത് നോഡ്, നിങ്ങളുടെ ഡെസ്റ്റിനി, അതായിട്ട് കണക്ട് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, കാരണം പാസ്റ്റിൽ പല കാര്യങ്ങൾ കൊണ്ടിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ഈഗോ ആയിരിക്കാം, പ്രൈഡ് ആയിരിക്കാം, ഓക്കെ, എന്തെങ്കിലുമൊക്കെ എനർജീസ് കൊണ്ടിട്ട് നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനായിട്ട്, മാറി ചിന്തിക്കാനായിട്ട്, ഓക്കെ, ഡിഫറെൻറ്റ് റൂട്ട് എടുക്കാനായിട്ട് കുറച്ച് പേർക്ക് സാധിച്ചിട്ടുണ്ടാകില്ല. അപ്പോൾ ഈ ടവർ മൂവ്മെൻറ്റ് വന്നിട്ട് നിങ്ങളെ ഒരു ഡിഫറെൻറ്റ് റൂട്ടിലോട്ട്, ഒരു പുതിയൊരു വഴിയിലോട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഈ ഒരു ടവർ മൂവ്മെൻറ്റിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ്, എന്തെങ്കിലുമൊക്കെ ഒരു ഗൈഡൻസ്, എന്തെങ്കിലുമൊക്കെ ഒരു വിസ്ഡം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലേൺ ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ പേടിക്കാതിരിക്കുക, പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ഓക്കെ, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്കറിയാൻ പറ്റും നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ എന്താണെന്ന്. കുറച്ച് പേരോട് ഹൈഡ് ചെയ്ത് വെക്കാതെ ഇരിക്കാനായിട്ടും പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഉള്ളിൽ പല കാര്യങ്ങളും ഉണ്ടാകാം. അത് നിങ്ങൾ എത്രത്തോളം ഹൈഡ് ചെയ്ത് വെക്കുന്നോ അത്രയും നിങ്ങൾക്ക് ഉള്ളിൽ വിഷമം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കുറേശ്ശെ ആയിട്ട് നിങ്ങൾ തന്നെ അത് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഹൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഷാഡോ സൈഡാണ്. ഓക്കെ, നിങ്ങളുടെ തന്നെ സബ് കോൺഷ്യസ് ലെവലിലുള്ള ബ്ലോക്സ് ആയിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങൾ തന്നെ അറിയാതെ ചെയ്യുന്ന പല കാര്യങ്ങളുമായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിൽ, അതായത് നിങ്ങൾ എന്താ പറയുക, നമ്മളിപ്പോൾ പ്രവർത്തിക്കുന്ന സമയത്ത് നിങ്ങൾ കോൺഷ്യസ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഡിസിഷൻസ് എടുക്കാനായിട്ട്, ചോയ്സസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അത് കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് വെക്കാനായിട്ടും ശ്രദ്ധിക്കുക. കാരണം എത്രത്തോളം നിങ്ങൾ പോസിറ്റിവിറ്റി ആയിട്ട് കണക്ട് ചെയ്യുന്നു അത് നിങ്ങളുടെ സബ് കോൺഷ്യസിലും ആ ഒരു എനർജി റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളെക്കുറിച്ചിട്ട്, മറ്റുള്ളവരെ കുറിച്ചിട്ട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനായിട്ട്, അവർക്ക് നല്ലത് വരാനായിട്ട്, അതുപോലെ തന്നെ എൻ്റെ ലൈഫിലും പ്രോസ്പെറിറ്റി വരണം, ബ്ലെസ്സിങ്സ് വരണം, ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യുക. അതും നിങ്ങളുടെ ആ ഒരു സബ് കോൺഷ്യസ് ലെവലിൽ റിഫ്ലക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ലൈഫിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്, ഈ ഒരു ഫുൾ മൂൺ വന്നിട്ട് മാനിഫെസ്റ്റേഷൻ്റെ ടൈമും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ
ഈ ഒരു സമയത്ത് അതിൻ്റെ ഫുൾഫിൽമെൻറ്റ് ഓക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ എന്തെല്ലാം എനർജീസാണ് നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നത് നോക്കാം ഈ ഒരു സമയത്ത് വന്നിട്ട്. പൈൽ നമ്പർ 2. കിങ് ഓഫ് പെൻറ്റിക്കിൾസ്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാം, ഇത് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാസ്കുലിൻ എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യക്തിയായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ ഒരു ഹീലിംഗ് സോളിഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഓക്കെ അത് നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് സപ്പോർട്ടീവായിട്ടുള്ള പാരൻറ്റ്, സപ്പോർട്ടീവായിട്ടുള്ള സ്പൗസ് ഓക്കെ അത് നിങ്ങളുടെ ലൈഫിൽ കടന്നു വരുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് മണി ഫിനാൻസ് ആണ്, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, പ്രോസ്പെറിറ്റി, സമ്പൽ സമൃദ്ധിയുടെ എനർജി. കുറച്ച് പേർക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സക്സസ്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അക്കംപ്ലിഷ് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. കുറച്ച് പേർക്ക് വന്നിട്ട് ഒരു പുതിയ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് എൻ്റർ ആകുന്നതാണ്. ഓക്കെ, ഒരു പോസിറ്റീവ് എനർജിയുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എൻ്റർ ആകുന്നതാണ്. ഒത്തിരി ഗ്രൗണ്ടഡ് എനർജിയുള്ള വ്യക്തി, ഒത്തിരി അബണ്ടൻ്റ് എനർജിയുള്ള ഒരു വ്യക്തിയായിരിക്കും അത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് 9 ഓഫ് വോൺസിൻ്റെ എനർജിയാണ്. കുറച്ച് പേര് വന്നിട്ട് ഇവിടെ എൻവയറമെൻറ്റിന് വേണ്ടിയിട്ട്, ആനിമൽ റൈറ്റ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയിട്ട് ഹ്യൂമാനിറ്റേറിയൻ വർക്കൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് നിങ്ങൾ എന്താണോ ലൈഫിൽ ക്രിയേറ്റ് ചെയ്തത് കുറച്ച് പേർക്ക് അത് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ടുള്ളൊരു ബ്ലെസ്സിങ് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് ഒത്തിരി ചാലഞ്ചസ് വരുന്നുണ്ടാകാം. 9 ഓഫ് വോൺസ് വന്നിട്ട് ഒത്തിരി പാസ്റ്റിലെ ഒത്തിരി ചാലഞ്ചസ് ആണ്. വൂണ്ടഡ് വാരിയർ ആണ്, ഒത്തിരി പ്രശ്നങ്ങൾ തരണം ചെയ്തിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളർന്നു പോകാതിരിക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ള ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ലഭിക്കുക, അതെല്ലാം ഈ ഒരു സമയത്ത് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, പേജ് ഓഫ് വാൺസ്. അഗെയിൻ വാൺസിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. കുറച്ചും കൂടെ നിങ്ങളുടെ പാഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ക്രിയേറ്റീവായിട്ട് ആർട്ടിസ്റ്റിക് ആയിട്ട് ഒക്കെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അതിവിടെ മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് പേർക്ക് ഇതൊരു യങ് എനർജിയാണ്, ഇത് വന്നിട്ട് ഒരു മെച്യൂർ എനർജിയാണ്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ്ങും ആകാം. ഓക്കെ, അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ചേഞ്ചസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് ക്ഷമയുടെ കുറവുണ്ട്, ഒരു കാര്യത്തിലും ശ്രദ്ധ കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഉയർച്ച ലഭിക്കുന്നില്ല. ഓക്കെ, തുടങ്ങുന്ന കാര്യങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനത്തെ ഒക്കെ പ്രോബ്ലത്തിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അതൊരു ഹീലിങ്ങിലോട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, എഗെയിൻ വോൺസിൻ്റെ എനർജിയാണ്. ഒത്തിരി ഫയർ എലമെൻ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, ഒത്തിരി പാഷൻ്റെ എനർജി. ഓക്കെ, ഇവിടെ 8 ഓഫ് വോൺസിൽ വന്നിട്ട് മെഡട്രോണിൻ്റെ എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. മെഡട്രോൺ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഓറ ക്ലെൻസിങ് ആണ് എനിക്ക് മെയിനായിട്ട് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, പാസ്റ്റിലുള്ള പല കാര്യങ്ങൾ കൊണ്ടിട്ട് നിങ്ങളുടെ ഓറ, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആ ഒരു എനർജിയിൽ എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ അത് മെഡട്രോണിൻ്റെ ആ ഒരു എന്താ പറയുക സീക്രട്ട് ജോമെട്രി കൊണ്ടിട്ട് ആ ഒരു എനർജി കൊണ്ടിട്ട് ഹീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് ഒത്തിരി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടാകാം, ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, ഒത്തിരി സ്ട്രെസ്സ്,
നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത് പല പല ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. ഓക്കെ, അതെല്ലാം കുറച്ചും കൂടെ ഒരു ബാലൻസിലോട്ട് കൊണ്ടുവരാനായിട്ട്, കുറച്ചും കൂടെ ഒരു പീസ്ഫുൾ എനർജിയിലോട്ട് വരാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് ഡിസിപ്ലിൻ്റെ എനർജിയാണ്. പാസ്റ്റിൽ ഡിസിപ്ലിൻ്റെ കുറവ് കൊണ്ടിട്ട് നിങ്ങൾക്ക് ലൈഫ് മാനേജ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു സമയത്ത് വന്നിട്ട് ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ കുറച്ചും കൂടെ അടുക്കും ചിട്ടയും കൊണ്ടുവരിക, പ്രയോറിറ്റി കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുക. അതുകൊണ്ടിട്ട് തന്നെ പോസിറ്റീവായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്ന സമയത്ത് കറക്റ്റായിട്ട് അത് ഗ്രാബ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, കറക്റ്റായിട്ട് തുടങ്ങുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ആ ഒരു സ്ട്രെസ്സിൽ നിന്നെല്ലാം കുറച്ചും കൂടെ മാറി നിൽക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് ട്രാവലായിരിക്കാം, ബിസിനസ് ട്രാവലായിരിക്കാം, പാർട്ട്ണറിൻ്റെ കൂടെയുള്ള ട്രാവലായിരിക്കാം. ഓക്കെ, ആ ഒരു ബ്ലെസ്സിങ്ങും ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫുൾ മൂൺ കാണാൻ സാധിക്കുന്നുണ്ട്. ഒത്തിരി എനർജീസ്, ഒത്തിരി പോസിറ്റീവ് എനർജി, ഒത്തിരി ഹാപ്പിനെസ് നൽകുന്ന എനർജീസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഓപ്പൺ ആയിട്ടിരിക്കുന്നു, എത്രത്തോളം റിസപ്റ്റീവായിട്ടിരിക്കുന്നു, അത്രയും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലോട്ട് ബ്ലെസ്സിങ്സ് അട്രാക്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്വീകരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആക്ഷൻസ് എടുക്കുക. ഓക്കെ, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.